ക്യാൻസർ പല പാർട്സിലും നമ്മുടെ ബോഡിയിലെ എല്ലാ പാർട്സിലും വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഡോക്ടേഴ്സ് ടോക്കിങ്ങിൽ സംസാരിക്കുന്നത് കോളോറെക്ടൽ ക്യാൻസറിനെ കുറിച്ചാണ്, അതായത് മലാശയ ക്യാൻസർ. അപ്പോൾ ഈ ഒരു ക്യാൻസറിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ ലക്ഷണങ്ങളും എല്ലാം നമ്മളോടൊപ്പം സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ അനുഷ് മോഹനാണ്. മോഹൻ സ്കിൻ ആൻഡ് ഗ്യാസ്ട്രോ കെയർ XP മെഡിഫോർട്ട് ഗ്യാസ്ട്രോ സർജനാണ്. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഡോക്ടർ, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു മഹാവ്യാധിയാണ് അല്ലേ? അപ്പോൾ എല്ലാവരും ഈ ഒരു ക്യാൻസർ പെട്ടെന്ന് പേടിച്ചാണ് എല്ലാവരും ഇപ്പോൾ ജീവിക്കുന്നത്. ഒരു ലൈഫ് സ്റ്റൈൽ രോഗം തന്നെയാണ്. ഇപ്പൊ മിക്കവാറും എന്ത് കഴിച്ചാൽ അല്ലെങ്കിൽ എന്ത് ചെയ്താൽ ക്യാൻസർ വരുമോ എന്ന് പേടിച്ച് ജീവിക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട് നമുക്കിടയിൽ തന്നെ. അപ്പോൾ ആ ഇടയിൽ നിന്നിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കോളോറെക്ടൽ ക്യാൻസറിനെ കുറിച്ച്. എന്താണ് ഡോക്ടർ ഈ ഒരു ക്യാൻസർ? കോളോറെക്ടൽ ക്യാൻസർ എന്ന് പറയുന്നത് വൻകുടലിലും മലാശയത്തിലും വരുന്ന ക്യാൻസറിനെയാണ് കോളോറെക്ടൽ ക്യാൻസർ എന്ന് പറയുന്നത്. അത് രണ്ട് ഭാഗമാണെങ്കിലും, അതായത് വൻകുടൽ വേറെ മലാശയം വേറെ ആണെങ്കിലും അത് ഒരുമിച്ച് കോളോറെക്ടൽ ക്യാൻസർ എന്ന് പറഞ്ഞു പോകാൻ കാരണം ഇതെല്ലാം ഉണ്ടാക്കുന്നത്, അതായത് കോളോറെക്ടൽ രണ്ട് ക്യാൻസറിനും ഉണ്ടാകാൻ സാധ്യതയുള്ള കാരണങ്ങളെല്ലാം തന്നെ കോമൺ ആണ്. പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റും ഏകദേശമൊക്കെ ഒരേപോലെയാണ്. അതുകൊണ്ടാണ് ഇതിനെ കോളോറെക്ടൽ ക്യാൻസർ എന്ന് ഒരുമിച്ച് പറഞ്ഞു പോകുന്നത്. അപ്പം ഈ ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമുക്ക് ഉണ്ടാവുന്നത്? ഏറ്റവും ഫസ്റ്റ് സിംറ്റം നമ്മൾ ഇതിൽ പറയുവാണെങ്കിൽ, നമ്മൾ മോഷനിൽ കൂടെ ബ്ലഡ് വരിക അഥവാ ബ്ലഡ് കാണുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സിംറ്റം എന്ന് പറയുന്നത്. അതായത് മോഷൻ പോകുന്ന സമയത്ത് ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ അത് പൈൽസ് ആണ് അല്ലെങ്കിൽ മറ്റ് ഫിഷറാണ് എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കാതെ ഇത് ഇതിന്റെ ലക്ഷണമാകാം എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ നമുക്കത് എപ്പോഴും വേണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ പെട്ടെന്നുണ്ടാവുന്ന ഒരു മലശോചനയിൽ ഉണ്ടാവുന്ന ഒരു വ്യത്യാസം. അതായത് ചില ആൾക്കാർക്ക് ചിലപ്പോൾ മലബന്ധമായിട്ടായിരിക്കും വരിക. ചിലപ്പോൾ അത് ഇന്നലെ ഒരു ദിവസം മലബന്ധമായിട്ട് വരുന്നു, അടുത്ത ദിവസം ഇളകി പോകുന്നു, മൂന്നാം ദിവസം ബ്ലഡ് കലർന്നു പോകുന്നു, നാലാം ദിവസം അത് കഫം പോലെ പോകുന്നു. അങ്ങനെ ഒരു ഡെയിലി ഒരു ഓൾട്ടേർഡ് ബവൽ ഹാബിറ്റ്സ് എന്ന് പറയുന്നതാണ് ഒരു മറ്റൊരു സിംറ്റം എന്ന് പറയുന്നത്. പിന്നെ ഇത് അകത്തോട്ടൊക്കെയാണ്, വൻകുടലിലോട്ടൊക്കെയാണ് സ്പ്രെഡ് ആയിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇതിന് ഇങ്ങനെ ലക്ഷണങ്ങൾ ഓബ്വിയസ് ആയിട്ട് കിട്ടത്തില്ല. ചിലപ്പോൾ ഒരു അകാരണമായിട്ട് നമുക്ക് പെട്ടെന്ന് ശരീരത്തിന്റെ രക്തത്തിന്റെ അളവ് കുറയുക, ഒരു അനീമിയ എന്നൊക്കെ പറയും, ഹീമോഗ്ലോബിന്റെ അളവ് കുറയുക, അല്ലെങ്കിൽ വിശപ്പില്ലായ്മ വരിക, പെട്ടെന്ന് അകാരണമായിട്ട് വെയിറ്റ് കുറയുന്നു. ഇതൊക്കെ ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങളായിട്ട് കാണാൻ സാധിക്കും. ഇത് വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് മിക്കവാറും എല്ലാ രോഗങ്ങളുടെയും കാരണം എന്ന് പറയാറുണ്ട്. ഇതും അങ്ങനെ തന്നെയാണ്? ഇതും തീർച്ചയായിട്ടും ലൈഫ് സ്റ്റൈലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അസുഖം തന്നെയാണ്. നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഇത് കൂടുതലായിട്ട് നമ്മൾ ഈ റെഡ് മീറ്റ് ഉപയോഗം, അതായത് ബീഫ്, മട്ടൺ എന്നൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുക, മൈദയുടെ ഉപയോഗം കൂടുതലായിട്ട് ഉള്ള, അതായത് ഫൈബർ ഇല്ലാത്ത ആഹാരം കൂടുമ്പോഴും, പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതിൻ്റെയൊക്കെ അളവ് ശരീരത്തിൽ കുറയുകയും ആന്റി ഓക്സിഡൻസ് അപ്പോൾ ഓബ്വിയസ് ആയിട്ട് കുറയും. പിന്നെ സ്മോക്ഡ് ഫുഡൊക്കെ യൂസ് ചെയ്യുക, പിന്നെ സിഗരറ്റ് ഉപയോഗിക്കുന്നത്, മദ്യപാനം, ഇതെല്ലാം ഇതിനൊരു ഫാക്ടേഴ്സ് ആയിട്ട് കണ്ടുവരാറുണ്ട്. ഇപ്പോ ബറോട്ട ബീഫിനും ഒരു വെല്ലുവിളി ആയിരിക്കും ഈ ഒരു ക്യാൻസർ? തീർച്ചയായിട്ടും. മറ്റേ ഞാൻ പറഞ്ഞ പോലെ റെഡ് മീറ്റും മൈദ, ഇത് രണ്ടും ബറോട്ടയും ബീഫും ഇത് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു കറന്റ് ട്രെൻഡ് RCCയുടെ പുതിയ സ്റ്റഡീസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചെറുപ്പക്കാരിൽ കൂടുതലായിട്ട് കോളോറെക്ടൽ ക്യാൻസർ കണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. പണ്ടൊക്കെ 50-60 വയസ്സിന് മേലിൽ മാത്രം കണ്ടുവന്നിരുന്ന അസുഖങ്ങളാണ് ഇപ്പൊ 30 വയസ്സ് 40 വയസ്സ് ആൾക്കാർക്ക് വരെ ഈ അസുഖം വരുന്നതായിട്ട് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇതിന് മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഈ അമിതവണ്ണം, വെയിറ്റ്, കൊഴുപ്പുള്ള ആഹാരം കൂടുതൽ ഉപയോഗിക്കുക, ഇതെല്ലാം കൂടെ വെയിറ്റ് ഇല്ല, എക്സസൈസ് ഇല്ലായ്മ, ഇതെല്ലാം നമുക്ക് അഡീഷണൽ ഫാക്ടേഴ്സ് ആയിട്ട് കാണുന്നുണ്ട്. ഡോക്ടർ, ഇപ്പോൾ ഈ ഒരു മലാശയ ക്യാൻസറിന്റെ സിംറ്റംസ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ ഈ ഒരു രീതിയിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത്? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ടെസ്റ്റുകൾ ആദ്യം ഒരു ദേഹ പരിശോധന നടത്തും. അതായത് വയറൊക്കെ പരിശോധിച്ചിട്ട് നമ്മൾ അടിയിൽ നമ്മൾ ഒരു ചെറിയൊരു പ്രോക്ടോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ്, ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്ത് നോക്കും. അതിലും കാണാത്ത രീതിയിലുള്ള ഗ്രോത്ത് എന്നാണെങ്കിൽ നമ്മൾ സിഗ്മോയിഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി എന്നിങ്ങനെ ഒരു എൻഡോസ്കോപ്പിക് ടെക്നിക്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളത് ഗ്രോത്ത് ആണോ എന്താണ് പ്രോബ്ലം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിന്റെ അടുത്ത സ്റ്റെപ്പിലാണ് ബ്ലഡ് ടെസ്റ്റ്, CT സ്കാനും ഒക്കെ വേണ്ടി വരിക. CT സ്കാനിലൂടെ നമുക്ക് ഈ ഒരു അസുഖം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതും അതിന്റെ വ്യാപ്തിയും പിന്നെ അത് മറ്റ് അവയവങ്ങളോട്ടൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കി അറിയാൻ പറ്റും. ഡോക്ടർ, ഈ ഒരു കോളോറെക്ടൽ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ്?
കോളറക്ടൽ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സർജറി തന്നെയാണ്. ഓക്കെ. അത് നമ്മൾ സർജറി ചെയ്ത് എടുത്ത് കളയാൻ പറ്റുന്ന സ്റ്റേജ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സർജറി തന്നെയാണ്. ഓക്കെ. ആ സർജറി അത് ഏത് സ്റ്റേജിലായിരിക്കും ചെയ്യാറ്? സർജറി ആദ്യത്തെ 3 സ്റ്റേജിലും സർജറി തന്നെയായിരിക്കും നമുക്ക് ട്രീറ്റ്മെന്റ് ബെസ്റ്റ് മൊഡാലിറ്റി എന്ന് പറയുന്നത്. ഈ സർജറി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമോ അല്ലെങ്കിൽ സർജറി ചെയ്താലും മറ്റ് അവയവങ്ങളോട്ട് സ്പ്രെഡ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ കഴലിലോട്ടൊക്കെ സ്പ്രെഡ് ഉണ്ടെങ്കിൽ അഡീഷണൽ ട്രീറ്റ്മെന്റ്സ് വേണ്ടി വന്നേക്കാം. അവിടെയാണ് നമുക്ക് കീമോതെറാപ്പിയോ റേഡിയേഷനോ ഒക്കെ വേണ്ടി വരിക. അത് ഏത് ഗ്രോത്ത് എത്രത്തോളം സ്പ്രെഡായി, അതായത് പിന്നെ വൻകുടലിലാണോ അതോ മലാശയത്തിലാണോ അതിനൊക്കെ അനുസരിച്ചാണ് ഗൈഡ് ലൈൻസ് നോക്കിയിട്ടാണ് നമ്മൾ ഏത് ട്രീറ്റ്മെന്റ് ഒക്കെ കൂടെ അഡീഷണൽ ആയിട്ട് വേണ്ടി വരും എന്ന് തീരുമാനിക്കുന്നത്. ഡോക്ടർ, ഈ കോളോറക്ടൽ ക്യാൻസറിൽ നമ്മളിപ്പോൾ സർജറിയെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അത് ഓപ്പൺ സർജറി ആണോ നല്ലത്, അതോ കീ ഹോൾ തന്നെയാണോ ഇതിനും നന്നായിട്ട്? എന്താണ് അഡ്വാൻറ്റേജ്? ഏതാണ്? 100% കോളോറക്ടൽ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം സർജറി ഒരു ഓപ്ഷൻ ആയിട്ട് വരുമ്പോൾ കീ ഹോൾ സർജറി തന്നെയാണ് 100% ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം ഒരു റിക്കവറി ടൈം, വയറിലുണ്ടാകുന്ന മുറിവെല്ലാം ചെറുതാവുന്നതനുസരിച്ച് വലിയ നെഞ്ച് തൊട്ട് അങ്ങ് താഴെ അറ്റം വരെ തുറക്കുന്നതിന് പകരം വളരെ ചെറിയ മുറിവിലൂടെ നമ്മൾ സർജറി ചെയ്ത് ഈ ഭാഗം അങ്ങ് നീക്കം ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരു റിക്കവറി വൈസ് വളരെയധികം അഡ്വാൻറ്റേജ് പേഷ്യൻസിന് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മുറിവൊന്നും കാണത്തില്ല, പെയിൻ ഒന്നും വലുതായിട്ട് കാണത്തില്ല. നമ്മൾ ആ ഗ്രോത്ത് കംപ്ലീറ്റ് ആയി റിമൂവ് ചെയ്യും. പിന്നെ അപ്പോൾ അതിന്റെ ട്രീറ്റ്മെന്റ് അതോടെ കഴിയാണ്. പിന്നെ അവർക്ക് റിക്കവറിക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നില്ല. ഇപ്പോഴത്തെ ഒരു ടെക്നിക്സ് വെച്ചിട്ട് കീ ഹോൾ സർജറിയോ റോബോട്ടിക് സർജറി വരെ നമുക്ക് പേഷ്യൻസിന് ഓഫർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. റോബോട്ടിക് സർജറി ഇപ്പോൾ ഇങ്ങനെയുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റിനൊക്കെ ചെയ്യുന്നുണ്ട്? തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. റോബോട്ടിക് സർജറി ഒരു വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ട് സർജൻസിന് ഇപ്പം വളരെയധികം യൂസ്ഫുൾ ആയിട്ട് പേഷ്യൻസിനും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. റോബോട്ടിക് സർജറി എന്ന് വെച്ച് കഴിഞ്ഞാൽ റോബോട്ട് അല്ല സർജറി ചെയ്യുന്നത്. അതാണ് മെയിൻ ഒരു സംശയമാണ്, റോബോട്ടിന് വന്ന് സർജറി ചെയ്യുന്നത്. തീർച്ചയായിട്ടും റോബോട്ട് അല്ല സർജറി ചെയ്യുന്നത്. റോബോട്ട് ഒരു മീഡിയേറ്റർ മാത്രമാണ്. അതായത് സർജൻ കൺട്രോൾഡ് റോബോ അവിടെ സർജറി ചെയ്യുന്നേ ഉള്ളൂ. കൺട്രോൾ തീർച്ചയായിട്ടും 100% സർജന്റെ കയ്യിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ ക്വാളിറ്റി അഥവാ ഒരു കുറച്ചും കൂടെ ബെറ്റർ പ്രിസിഷൻ സർജറി ഓഫർ ചെയ്യുന്നു എന്നല്ലാതെ വേറെ റിസ്ക് ഒന്നും കൂടുതലായിട്ട് റോബോട്ടിക് സർജറിക്ക് വരുന്നില്ല. ഡോക്ടർ, ഈ കൊളോസ്റ്റമി എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മുടെ ഈ പുറത്ത് കൊണ്ടുവച്ചിട്ട് ഉള്ള ഒരു സർജറി ഉണ്ടല്ലോ, അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അതായത് ഈ വൻകുടൽ ക്യാൻസർ, മലാശയ ക്യാൻസർ ഒക്കെ വരുമ്പോഴത്തേക്കും ചില സാഹചര്യങ്ങളിൽ കുറച്ച് ഡിലേഡ് ആയിട്ടാണ് പേഷ്യൻസ് വരിക. അപ്പൊ അതുകൊണ്ട് കുടൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആകുന്ന പോകുന്ന സാഹചര്യത്തിലൊക്കെ വരും. കാരണം ഇവര് വെച്ചിരുന്ന് ശ്രദ്ധിക്കാതെ മോഷനെ കൂടെ ബ്ലഡ് പോകുന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് അവർ പുറത്ത് പറയാതെ കൊണ്ടു നടന്ന് ലാസ്റ്റ് സ്റ്റേജ് 4 വരുമ്പോഴത്തേക്കും കുടൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആയി പോകും. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കുടൽ കട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ സ്റ്റേജിലാണ് ഈ കൊളോസ്റ്റമി ഒക്കെ വേണ്ടി വരും. ആ സ്റ്റേജിൽ വൻകുടലെടുത്ത് കട്ട് ചെയ്ത് പുറത്ത് കൊണ്ട് വെക്കുന്ന വയറിന്റെ ഭിത്തിയോട് ചേർന്ന് മോഷൻ പുറത്തു പോകുന്ന രീതിയിൽ ചെയ്യേണ്ട സാഹചര്യം വരും. വയറിന്റെ സൈഡിൽ കൂടെ ആയിരിക്കും മോഷൻ പോകുക. അത് താൽക്കാലികമായിട്ട് ഒരു ബാഗ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അത് വെൽ മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നിട്ടും അങ്ങനെ തന്നെയായിരിക്കും. ഒരു 2-3 മാസത്തേക്ക് അങ്ങനെ തന്നെയായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ബാക്കി ട്രീറ്റ്മെന്റ് എല്ലാം കൂടെ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഇത് സേഫ് ആയിട്ട് തിരിച്ച് താഴെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഇത് ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ പുറത്തു കൊണ്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പേഷ്യന്റിന് ചിലപ്പോൾ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള പ്രോബ്ലംസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ആ ഒരു താൽക്കാലികമായിട്ട് ഉണ്ടാകുന്ന ഒരു കൊളോസ്റ്റമി ഒഴിവാക്കാതെ അത് ചെയ്ത് ബെറ്റർ ആയിട്ട് റിക്കവറി ചെയ്തതിന് ശേഷം താഴെ കൊണ്ട് കണക്ട് ചെയ്യുന്നതാണ് 100% സേഫ്. അതിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഒരു തൽക്കാലത്തെ ബുദ്ധിമുട്ട് നമ്മൾ നോക്കാതെ ആളിന്റെ ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ഡോക്ടർ, ഇപ്പോൾ ഒരു ട്രീറ്റ്മെന്റ് പറഞ്ഞല്ലോ, കൊളോസ്റ്റമി എന്ന് പറയുന്ന ഈ ഒരു ട്രീറ്റ്മെന്റ് ഇതൊരു സാധാരണക്കാർക്കായിരുന്നാലും ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ്? സാധാരണക്കാർക്ക് തന്നെയാണ് ഈ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുക. കാരണം ഇതിലൊരു കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാസങ്ങളും വർഷങ്ങളും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കിടന്ന് ഇമ്പ്രൂവ് ചെയ്യാതെ ബ്ലഡിലൂടെ നമുക്ക് ആന്റിബയോട്ടിക്കും പിന്നെ ബ്ലഡിലൂടെ നമുക്ക് ആഹാരമൊക്കെ കൊടുക്കുന്നതിനേക്കാളും ഇതെടുത്ത് പുറത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം തന്നെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ആഹാരം വായിക്കൂടെ കഴിക്കാം, മോഷൻ ഇതുവഴി എടുക്കാനും വേറെ വളരെ കൺവീനിയന്റ് ആയിരിക്കും. അപ്പൊ സാധാരണക്കാർക്ക് തന്നെയാണ് ഇത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം അവിടെ ചെലവ് കുറയുകയാണ് ആക്ച്വലി.
ഓക്കെ മറ്റ് കോംപ്ലിക്കേഷനിലേക്ക് പോയി മറ്റ് വലിയ വലിയ മേജർ ട്രീറ്റ്മെന്റിലേക്കും പോയി ICU സ്റ്റേ കൂട്ടാതെ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ റിക്കവറി ടൈം പീരീഡ് നമ്മൾ ഈ വർഷങ്ങളും മാസങ്ങളിൽ നിന്ന് നമ്മൾ ആഴ്ചകളും ദിവസങ്ങളായിട്ട് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ആക്ച്വലി. Okay, thank you, doctor. Thank you for your valuable information about this colorectal cancer. Thank you so much. Thank you so much.